ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പം നമ്മൾ ആദ്യം അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കുമ്പോൾ നമ്മളതിൽ ഉപ്പിട്ടിട്ടാണ് പുരട്ടി വയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പാണ് കേട്ടോ നമ്മൾ ഇടേണ്ടത്. അതിന് ശേഷം വീണ്ടും ഇളക്കിയിട്ട് അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുരുമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി അതായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് ഇളക്കുമ്പോൾ നമ്മൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ 2 കിലോനോളം വരുന്ന ചിക്കനാണ്. അതിൽ നമ്മൾ മസാല പുരട്ടി 20 മിനിറ്റ് റെസ്റ്റിന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ മസാല എന്ന് പറയണത് ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. അതിന് ശേഷം നമ്മൾ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്, അടച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക, അടി പിടിക്കരുത് കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചിക്കൻ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് പിന്നെ ചിക്കൻ നന്നായി ആയി വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുക്കുക. അതിന് ശേഷം അപ്പോൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഒന്ന് വേവാനായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. എന്തിനാണ് എണ്ണ ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണത്. എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് അടച്ച് വെക്കുകയാണ്. ചിക്കൻ നന്നായി വേവാനാണ് കേട്ടോ അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.